രാത്രിയിൽ പാളയത്താണോ? വിശക്കുന്നുണ്ടോ? ഒരു നോൺ വെജ് ഐറ്റം കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? എവിടേക്ക് പോകും? ചിന്നൂസിലാണ്. കോഴിക്കോട് പാളയത്തെ ചിന്നൂസ്. ഒരു പുട്ടും CDF-ഉമാണ് ഓർഡർ ചെയ്തത്. ആവി പറക്കുന്ന പുട്ട് പെട്ടെന്ന് തന്നെ മേശയിലെത്തി. ഒരു ചിക്കൻ ഫ്രൈയും അതിന് കൂടെ മുരിഞ്ഞ മറ്റൊരു പൊടിപ്പുകളും തന്നിരിക്കുന്നു. ഒരു ലെമണും കൂടിയുണ്ട്. ആ ലെമൺ എടുത്ത് ഒന്ന് ചിക്കന് മുകളിലൂടെ ഒന്ന് ഗാർണിഷ് ചെയ്തു. ആദ്യമേ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് കഴിച്ചു നോക്കിയതാണ്. ഇതാണ് ഇതിന് കൂടെ വരുന്ന ഡിപ്പ്. ഒരു ഗ്രേവി, ഒരു ആവറേജ് ഗ്രേവിയാണ്. പക്ഷേ പുട്ടും ആ ഗ്രേവിയും തമ്മിൽ കുറച്ച് മാച്ചുള്ളതായി തോന്നി. ചിക്കൻ്റെ ഗ്രേവിയാണോ എന്നൊരു സംശയം. ചോദിക്കാൻ നിന്നില്ല. ആ ചിക്കൻ്റെ ഒരു പീസ് എടുത്ത് വെറുതെ ഒന്ന് കഴിച്ചു നോക്കി. ആ ചിക്കൻ ഒന്നാന്തരം രുചികരമായ ഒരു ചിക്കനാണ്. പുറംഭാഗം നന്നായി മൊരിഞ്ഞിരിക്കുന്നു, അകത്ത് സോഫ്റ്റും. രാത്രിയാവുന്നതോടുകൂടി പാളയം ഒരു ഭക്ഷ്യ മേഖലയായിട്ട് മാറുകയാണ്. തൊട്ടടുത്ത് ഒരുപാട് തട്ടുകടകളുണ്ട്. ആ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്. കൂടാതെ ആളുകൾ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പലയിടങ്ങളിൽ നിന്നും വന്ന് ഇവിടേക്ക് ഭക്ഷണത്തിനായി മാത്രമായി എത്തിച്ചേരുന്നു. അവർ രുചികരമായ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നു. പുറത്ത് നല്ല മഴയാണ്. ഈ മഴയത്ത് ചൂട് ചിക്കൻ കഴിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതും രാത്രി ഒരു 9:30-10 മണിക്ക്. കീശയ്ക്ക് ഒരുപാട് തട്ടലില്ലാതെയാണ് ഇതുപോലുള്ള കടകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ വിജയിക്കുന്നതും. ഇവിടെയാണ് സാധാരണക്കാരായ നമ്മെപ്പോലുള്ള ആളുകളെല്ലാം ഭക്ഷണം കഴിക്കാൻ ചൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള കടകൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുകയാണെങ്കിൽ ഇതൊരു വിപ്ലവമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.